ഹലോ ഗൈസ്, നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും സക്സസ്ഫുൾ ആയിട്ടിരിക്കാനും ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. മറ്റുള്ളവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെ തിങ്ക് ചെയ്യും, അതവരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അവരെ നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സക്സസ്ഫുൾ ആയിരിക്കാനും ഹാപ്പി ആയിരിക്കാനൊന്നും പറ്റില്ല. സോ നമ്മൾ ചെയ്യാനുള്ളത് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് തിങ്ക് ചെയ്യും എന്നുള്ളത് കരുതി ജീവിക്കാതിരിക്കുക. ബിക്കോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ഇയേഴ്സ്, വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് സ്പോയിലായി പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. അവരവരുടെ ലൈഫൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനൊക്കെ ജീവിച്ചിരിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെ ജഡ്ജ് ചെയ്തിരിക്കും. പക്ഷെ നമ്മൾക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ലൈഫല്ലേ. സോ ടു ബി വെരി സക്സസ്ഫുൾ ആൻഡ് ടു ബി വെരി പ്രൊഡക്റ്റീവ് ആൻഡ് ഹാപ്പി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായാലും അത് ചെയ്യുക. പക്ഷേ മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന കാര്യം ആയിരിക്കരുത്. അല്ലാതെ നിങ്ങളുടെ എല്ലാ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും, ഇഷ്ടമുള്ള ഡ്രസ്സ് ചെയ്യുക, ഇഷ്ടമുള്ള രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുക, ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവുക, ഇഷ്ടമുള്ള ഫുഡ്, ഹെൽത്തി ആയ ഫുഡ് കഴിക്കുക. പിന്നെ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ കഴിയുന്നതും ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തൊരു കാര്യമാണ്. നമ്മൾ വളരെയധികം ലോങ് ടേം ആയിട്ടുള്ള പ്ലാൻസ് ഒന്നും നടക്കാറില്ല. മോസ്റ്റ്ലി സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വളരെയധികം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഭയങ്കര എന്താ പറയുക, സക്സസ് തരുന്നല്ല, ഭയങ്കര അധികം ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറക്കണ്ട, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് തിങ്ക് ചെയ്യും എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ഞാൻ ഇതിൻ്റെ കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെയിം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ കൂടുതലും മറ്റുള്ളവർ എന്ത് തിങ്ക് ചെയ്യും എന്നുള്ളത് പണ്ടും ഞാൻ തിങ്ക് ചെയ്യാറില്ല. അത് പക്ഷേ എന്നാലും നമ്മൾ കൺസേൺ ചെയ്യുന്ന കുറച്ച് ആൾക്കാരിനെ കുറിച്ച് നമ്മൾ ബോധേഡായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയല്ല ഗൈസ്. സോ നിങ്ങളും അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മീൻസ് ചെയ്ത് ലൈഫ് നല്ല രീതിയിൽ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ചെറിയ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ അപ്ലൈ ദാറ്റ് ഇൻ യുവർ ലൈഫ് ഓൾസോ. ഓക്കെ, ബൈ.